പാകിസ്ഥാൻ പാഠം പഠിച്ചില്ലെന്ന് നരേന്ദ്രമോദി. ഭീകരവാദത്തെ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ്. കാർഗിൽ വിജയ് ദിവസിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി. കായിക ലോകത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാരീസ്. 33ാമത് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 11-ന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ. PV സിന്ധു ഇന്ത്യൻ പതാകയേന്തും. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. തെരച്ചിലിനിടെ ഗംഗാവലി പുഴയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിരുന്നു. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ പുഴയ്ക്ക് നടുവിലെ മൺകൂനയ്ക്കരികിലാണ് ലോറിയുടേതെന്ന് കരുതുന്ന പുതിയ സിഗ്നൽ ലഭിച്ചത്. വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും. ജോസഫ്, ഇന്നെന്തായാലും ഇനി ഒരു തിരച്ചിലില്ലെന്ന് ദൗത്യസംഘം വ്യക്തമാക്കിയത് ഏത് സാഹചര്യത്തിലാണ്? നാളെ എന്തൊക്കെ ഉപകരണങ്ങൾ പുതിയതായി എത്തിച്ചായിരിക്കും അവിടെ പരിശോധന നടത്തുക? ാണ് ഈ പുഴയിൽ അതിശക്തമായ ഒഴുക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരിശോധന അവസാനിപ്പിച്ചതായി അറിയിച്ചിട്ടുള്ളത്. നാളെ ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉദ്യോഗസ്ഥർ ഈ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. പുതിയ യന്ത്ര സാമഗ്രികൾ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയായിരിക്കും പുതിയ തെരച്ചിൽ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ പുഴയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതാണ് നിലവിൽ ഇന്നത്തെ തെരച്ചിൽ നിർത്താൻ പ്രധാന കാരണം. വരും ദിവസങ്ങളിൽ ഈ പുഴയിൽ താൽക്കാലികമായ പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് മണ്ണടക്കം നീക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത് അതായത് പുഴയുടെ മധ്യഭാഗത്തായി ഒരു പ്രത്യേക മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് ലോറിയുടെ ക്യാബിൻ കണ്ടതായി ഒരു ദൃക്സാക്ഷി മൊഴി നൽകുകയുണ്ടായി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി പിന്നീട് ഇവിടെ ശക്തമായ സിഗ്നൽ കണ്ടെത്തുകയായിരുന്നു. ആയതിനാൽ തന്നെയാണ് റഡാർ സംവിധാനങ്ങളും മറ്റ് ഐബോർഡ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി ഈ സിഗ്നലിന്റെ സാധ്യതയെ കൂടുതലായി പഠിച്ചത്. അപ്പോൾ ലോറിയുടേതെന്ന് കരുതാവുന്ന ശക്തമായ സിഗ്നലുകളാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മണ്ണടക്കം നീക്കം ചെയ്യാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട രക്ഷാദൗത്യം ഉണ്ടായിരുന്നത് ലക്ഷ്മണന്റെ കടയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ്. ഈ ലക്ഷ്മണന്റെ കടയുടെ ഭാഗത്ത് 5 മീറ്റർ പരിധിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഈ ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇതിലും മറ്റ് ലോഹസാധനങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതികൂലമായി തുടരുന്ന കാലാവസ്ഥ തന്നെയാണ് ഈ ദൗത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിൽ 5.5 നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഈ പുഴ ഒഴുകുന്നത്. ഇതിൽ 3 നോട്ടിക്കൽ മൈൽ വേഗതയിൽ പുഴ ഒഴുകുന്ന ഒരു സാഹചര്യത്തിൽ ഡൈവിംഗ് സാധ്യമാകുമെന്നാണ് ഇപ്പോൾ അധികൃതർ തന്നെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 8 നോട്ടിക്കൽ മൈലും 7 നോട്ടിക്കൽ മൈലും വേഗതയിലായിരുന്നു ഈ ഗംഗാവലി പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. ഈ ഡൈവിംഗ് സംഘം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഈ മലയിടിഞ്ഞ് ഇത്തരത്തിൽ പുഴയിൽ പതിച്ചത് മൂലം വിവിധയിടങ്ങളിൽ മൺകൂനകൾ രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒഴുക്ക് എങ്ങോട്ടാണ് ഇതിന്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ആശങ്കയും ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥർക്കുണ്ട്. 3.5 നോട്ടിക്കൽ മൈൽ വേഗതയിൽ പുഴ എത്തുമ്പോൾ തങ്ങൾ മനസാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് ഈ മിഷനിൽ പങ്കെടുക്കുമെന്ന് നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ റഡാർ സിഗ്നൽ സംവിധാനവും സോണാർ സിഗ്നൽ സംവിധാനവും നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സിഗ്നൽ ലോഹഭാഗങ്ങളുടെ കൂടുതൽ സിഗ്നൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ എപ്പോഴും ഇവിടെ നിലവിൽ തുടരുന്നത്. ഈ നേരത്തെ ലഭിച്ചിട്ടുള്ള സൂചനകളിൽ പ്രധാനപ്പെട്ടത് ലോഹ കണ്ടന്റുകളുള്ള വസ്തുക്കൾ കൂടുതലായി പുഴയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രദേശത്ത് ചില കല്ലുകളിൽ കൂടുതലായി ലോഹ സാന്നിധ്യമുണ്ട്. ഒരു വഴി തെറ്റി പോകുന്ന രീതിയിൽ കൃത്യമല്ലാത്ത സിഗ്നൽ പലപ്പോഴും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടത്. മാത്രവുമല്ല ഇതിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നത്, അതായത്
ഈ ലോകവസ്തുവിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നുണ്ട്. ശക്തമായ ഒഴുക്കിൽ സംഭവിക്കുന്നതാണിത്. ആയതിനാൽ തന്നെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ലൊക്കേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ആ ലൊക്കേഷൻ മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്താണേലും ഐബോർഡ് സംവിധാനം ഉപയോഗിച്ച് ഇന്നും പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ ഭാഗത്തെ താൽക്കാലികമായി നിർമ്മിക്കുന്ന പ്ലാറ്റ്ഫോമിലെ നിന്നുകൊണ്ട് യന്ത്രങ്ങളും മറ്റും ഘടിപ്പിക്കുന്ന ടൺ കണക്കിന് ഭാരം വഹിക്കാനാവുന്ന യന്ത്രങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നും പറയുന്നു. ഗഡ്ജറുകൾ എത്തിക്കുമെന്ന് നേരത്തെ ഒരു സൂചനയുണ്ടായിരുന്നു. പക്ഷെ അത് സാധ്യമല്ല എന്ന് MLA തന്നെ വ്യക്തമാക്കി. MLA പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യ ദിവസം മുതൽ തന്നെ കന്നഡ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മറ്റ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. കളക്ടർ പറയുന്നത് ഈ മിഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറ്റൊരു രൂപരേഖ തയ്യാറാക്കി മുന്നോട്ട് പോകും എന്നും ഈ കളക്ടർ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. കേരളത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ദൗത്യം പുനരാരംഭിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഈ ദൗത്യം അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതായാണ് സൂചന. ഇത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ശക്തമായി എതിർക്കുകയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് ഈ സംഭവ സ്ഥലത്തെത്തി ഈ ഉദ്യോഗസ്ഥരെ കണ്ട് യോഗം ചേർന്ന ശേഷമാണ് ഈ ദൗത്യം വീണ്ടും തുടരും എന്ന നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ ലോറി അർജുനെയും എത്രയും വേഗം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ തെർമൽ സ്കാനിംഗ് ഉപയോഗിച്ച് ഉള്ള പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിരുന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പി. ശരി ജോസഫ്, അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തി നാളെ സാധ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരും. അർജുനും മറ്റ് കാണാതായവർക്കും വേണ്ടിയുള്ള ദൗത്യം തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. ആദ്യ ദിനം മുതൽ സാധ്യമായതെല്ലാം ചെയ്തു. 5.5 നോട്ടിലാണ് പുഴയുടെ വേഗത. 3.5 നോട്ടിൽ ഡൈവിംഗിന് ഉദ്യോഗസ്ഥർ